കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിയുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 10-ാം തിരുവചനം. കൊടുക്കുക, പൂർണ്ണമായും കൊടുക്കുക. നോക്കിയാലോ, പരിശുദ്ധ അമ്മ മകനെ പഠിപ്പിച്ച ഏറ്റവും വിലയേറിയ പാഠം കൊടുക്കലിൻ്റെ പാഠമാണ്. സ്വീകരിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് സമ്മാനിക്കാൻ എൻ്റെ കുഞ്ഞ് പരിശ്രമിക്കണം എന്നാണ് മറിയത്തിൻ്റെ സ്നേഹമൊഴി. വാങ്ങാനും സ്വന്തമാക്കാനുമാണ് ചെറുപ്പം മുതലേ നമുക്ക് പ്രിയം. നമ്മെ മുതിർന്നവർ പഠിപ്പിച്ചിരിക്കുന്നതും അതുതന്നെ. എല്ലാം സ്വന്തമാക്കാനുള്ള പ്രവണതയിൽ ജീവിക്കാൻ മറന്നുപോകുന്ന പോഴരാണ് നമ്മൾ ഓരോരുത്തരും. ടോൾസ്റ്റോയുടെ 6 അടി മണ്ണ് എന്ന ചെറുകഥ എത്ര ആവർത്തി വായിച്ചിട്ടും മണ്ണിനും പെണ്ണിനും അധികാരത്തിനും ഒക്കെ പിറകെ പോകുന്നവരോട് എന്തു പറയാൻ. മകനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സംഭവം സുവിശേഷകർ വിട്ടുകളയാതെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിയത്തിൻ്റെ കൊടുക്കാനുള്ള മനസ്സിനെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. കൊടുക്കാൻ മടിക്കുന്നവരുടെ ജീവിതം തൂങ്ങിയാടുക തന്നെ ചെയ്യുമെന്ന് യൂദാസ്കറിയാത്ത പറഞ്ഞു തരുന്നുണ്ട്. ഗുരുവിൻ്റെ പിന്നാലെ നടന്നിട്ടും കൊടുക്കലിൻ്റെയും സമർപ്പണത്തിൻ്റെയും പാഠങ്ങൾ പഠിക്കാൻ മറന്ന യൂദാസിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് മറക്കരുത്. അനന്യാസും സഫീറായും ഒരുപോലെ പിടഞ്ഞു മരിച്ചത് കൊടുക്കാൻ മടി കാണിച്ചതുകൊണ്ടാണ്. പരിശുദ്ധ അമ്മേ, ദശാംശവും ശതാംശവും സ്തോത്രക്കാഴ്ചയുമെല്ലാം കൊടുക്കുമ്പോഴുള്ള എൻ്റെ കൈവിറ ഒന്ന് മാറ്റിത്തരണമേ എന്നാവട്ടെ ഇനിമേൽ നമ്മുടെ കുഞ്ഞു പ്രാർത്ഥന. കൊച്ചു തോബിയാസിനെ അവൻ്റെ പിതാവ് നൽകുന്ന അന്തിമോപദേശം ദാനധർമ്മം നൽകണം എന്നാണ്. ദാനധർമ്മം ചെയ്യുന്നവരോടൊപ്പം സ്വർഗത്തിലെ മാലാഖ കൂട്ടുവരും, കൊച്ചു തോബിയാസിനോടൊപ്പം വന്നതുപോലെ. അമ്മയെ സേവിക്കാതെ ആരും ഒരിക്കലും പുത്രൻ്റെ ദാസനാകില്ല എന്ന വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.